ഇന്ന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നോണ്ടാണ് മോർണിംഗ് സെഷൻ എടുക്കാൻ പറ്റാതിരുന്നത്. സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലാണോ? എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? അതിന് ചെറിയ ഒച്ചയുണ്ട് സാർ. ഇല്ലല്ലോ, സൗണ്ട് ഉണ്ടല്ലോ. ഹലോ, എന്നാ എനിക്ക് ചെറിയ ഒച്ചയില കേൾക്കുന്നുള്ളൂ സാർ. അത് ഒന്ന് സൗണ്ട് കൂട്ടി വെക്കും മൊബൈലിൽ. ഫുൾ സൗണ്ട് ആണ് സാർ. ഓക്കെ, എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണല്ലേ? വളരെ സൗണ്ട് കമ്മിയാ. അത് എനിക്കറിയില്ല, കുറച്ചു പേർക്ക് കേൾക്കുന്നുണ്ടല്ലോ. സനു അൻഫാന് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ, ഫൈൻ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം 35 പേരോളം ആയിരിക്കും. ഹലോ, എന്താ ഷരീഫ്? ഞാനൊന്ന് ലെഫ്റ്റ് അടിച്ച് വന്നു നോക്കട്ടെ. ഓക്കെ, ഫൈൻ. ഞാൻ അങ്ങനെ ചെയ്തു നോക്കട്ടെ സാർ. ലെഫ്റ്റ് അടിച്ചിട്ട് വരണേ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രലാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ഫോമിൽ വരുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എസ്, ഇങ്ങനെ ഒരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്കേലാർ ഫീൽഡ്. കാരണം ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് എ സ്കേലാർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്കേലാർ ഫീൽഡ് ആണ്. ഓക്കെ, ഇവിടെ വെക്ടർ അല്ല, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വെക്ടർ. ഓക്കെ, പക്ഷെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു വെക്ടർ ഫീൽഡിനെ എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന്റെ നൊട്ടേഷൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നൊട്ടേഷൻ: ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ് ഈസ് ഡിനോട്ടഡ് ബൈ. Line integral over a vector field is denoted by integral over C f vector dot dr vector. അതാണ് ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡിന്റെ നൊട്ടേഷൻ. Here f vector equal to m of x y z I vector plus n of x y z j vector plus p of x y z k vector. ഇവിടെ എം എൻ പി എന്ന് പറയുന്നത് 3 കമ്പോണന്റ് ഫംഗ്ഷൻസ് ആയിരിക്കും. എം എൻ പി എന്ന് പറയുന്നത് അവിടെ എം ഉദ്ദേശിക്കുന്നത് ഐ വെക്ടറിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ, n ഉദ്ദേശിക്കുന്നത് ജെ വെക്ടറിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ, പി ഉദ്ദേശിക്കുന്നത് കെ വെക്ടറിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ. അങ്ങനെ 3 കമ്പോണന്റ് ഫംഗ്ഷൻസ് എം എൻ പി, അങ്ങനെയാണ് ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ആർ വെക്ടർ ഓഫ് ടി ഈസ് ദ വെക്ടർ ഇക്വേഷൻ അല്ലെങ്കിൽ വെക്ടർ ഫംഗ്ഷൻ അല്ലെങ്കിൽ പറയാം വെക്ടർ ഇക്വേഷൻ ഓഫ് ദി കർവ് സി. വെക്ടർ ഇക്വേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ സെയിം മീനിങ് തന്നെയാണ്. ഒരു കർവും തരും, ഒരു വെക്ടർ ഫീൽഡ് തരും. നമുക്ക് ലാസ്റ്റ് ക്ലാസ് ചെയ്തതിലൊക്കെ ഒരു ഫംഗ്ഷനും ഒരു വെക്ടർ ഒരു കർവും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പക്ഷെ ഇനിയുള്ള പ്രോബ്ലംസിൽ ഒരു വെക്ടർ ഫീൽഡാണ്. ഫംഗ്ഷന് പകരം നമുക്ക് തരിക ഒരു വെക്ടർ ഫീൽഡാണ്. ഒരു വെക്ടർ ഫീൽഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കർവും തരും. അപ്പോൾ നമുക്ക് ആ വെക്ടർ ഫീൽഡിനെ along that curve integrate ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. അതിനെങ്ങനെയാണ് എഴുതുക, കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഡോട്ട് r vector dash of t dt. അങ്ങനെ നമ്മൾ എഴുതാം. ഡോട്ട് r vector dash of t dt.
So that is the equation. Integral a to b f vector of r vector of t dot, the dot product in the dot r vector dash of t dt. Okay. So that is the equation. That is the equation, main important equation. നമുക്ക് വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ആണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഒരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക? ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ്. ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ്. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തോ? ഞാനത് മാറ്റോട്ടെ? ഇല്ല സാർ. ഓക്കെ, വേഗം എഴുതിയെടുക്കും. എഫ് വെക്ടർ ഈക്വൽ ടു, ഇതൊരു വെക്ടർ ഫീൽഡ് ആണ്. വെക്ടർ ഫീൽഡ് ആകുമ്പോൾ അതിന് 3 കമ്പോണൻസ് ഉണ്ടാവും. എം എൻ പി എന്ന് പറഞ്ഞ 3 കമ്പോണൻസ് ഉണ്ടാവും. ഇനിയിപ്പോ ഒരു 2 കമ്പോണൻസേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എമ്മും എന്നും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് വെക്ടർ ഫീൽഡ് തന്നെയാണ്. പക്ഷെ അത് ദാറ്റ് വെക്ടർ ഫീൽഡിന്റെ പ്ലെയിൻ. ഓക്കെ, വെക്ടർ ഫീൽഡിന്റെ സ്പേസ് ആണെങ്കിൽ അതിന് 3 കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ചെയ്യേണ്ട മെത്തേഡിൽ ഡിഫറൻസ് ഒന്നുമില്ല. അതിനനുസരിച്ച് നമ്മൾ പാരാമെട്രിഫിക്കേഷൻ മാറുന്നേരും. ഓക്കെ, ഇവിടെ വെക്ടർ ഫീൽഡിന് 2 കമ്പോണൻസ് ഉള്ളെങ്കിൽ പാരാമെട്രിഫിക്കേഷനും 2 കമ്പോണൻസേ ഉണ്ടാവുള്ളൂ. വെക്ടർ ഫീൽഡിന് 3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ പാരാമെട്രിഫിക്കേഷനും 3. പാരാമെട്രിക് ഉദ്ദേശിക്കുന്നത് ആർ വെക്ടർ ഓഫ് ടി. ഓക്കെ, ആർ വെക്ടർ ഓഫ് ടിക്ക് 3 കമ്പോണൻസ് ഉണ്ടാവും. അത്രേ. വെക്ടറിക്കേഷന്റെ വേറൊരു പേരാണ് പാരാമെട്രിഫിക്കേഷൻ. പാരാമെട്രിഫിക്കേഷൻ. Can I rub this? Yes sir. Okay. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. Evaluate integral over C f vector dot dr vector, where f vector equal to cos x I vector plus sin x j vector. Cos x I vector plus sin x j vector. Cos x I vector plus sin x j vector. And C is the curve. C is the curve with the parametric equation. R vector of t equal to. C is the curve with the parametric equation. R vector of t equal to pi by 2 I vector plus t j vector. Pi by 2 I vector plus t j vector. T varies from 1 to 2. ഇവിടെ ഓൾറെഡി കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് പ്രോബ്ലം. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കർവ് ലൈൻ ആയിട്ടൊക്കെ തരും. അപ്പൊ നമുക്ക് പ്രോബ്ലം കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവും. നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഇതാണ്: ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഇൻറ്റു ആർ വെക്ടർ ഡാഷ് ഓഫ് ടി. ഇൻറ്റു അല്ല, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് ആർ വെക്ടർ ഓഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ഡി ടി. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ. സോ ആർ വെക്ടർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് പൈ ബൈ 2 ന്റെ ഡെറിവേറ്റീവ് എന്ന പൈ ബൈ 2 നെ ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ? ടി ഇല്ലല്ലോ. പൈ ബൈ 2 ഇസ് എ കോൺസ്റ്റന്റ്, സോ ഡെറിവേറ്റീവ് ബിക്കം 0. പൈ ബൈ 2 ന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, and t യുടെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. സോ ഇറ്റ് ഈസ് r dash of t equal to j vector. R vector dash of t equal to j vector. R vector dash of t equal to j vector.
vector dash of t equal to j vector. ഇനി എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി, എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് സ്ഥാനത്ത് പൈ ബൈ ടു കൊടുക്കും. മനസ്സിലായോ? ഇവിടെ ഏതാണോ ഫംഗ്ഷൻ, അതായത് എക്സ് ഓഫ് ടി ഈക്വൽ ടു പൈ ബൈ ടു അല്ലേ, എക്സ് ഓഫ് ടി ഈക്വൽ ടു പൈ ബൈ ടു ആണ്, വൈ ഓഫ് ടി ഈക്വൽ ടു ടി ആണ്. എക്സിന് സ്ഥാനത്ത് പൈ ബൈ ടു കൊടുക്കുക, വൈക്ക് സ്ഥാനത്ത് ടി കൊടുക്കുക. ഇവിടെ വൈ ഇല്ല, രണ്ടും കോസ് എക്സ് ആണ്. സോ കോസ് പൈ ബൈ ടു ഐ വെക്ടർ പ്ലസ് സൈൻ പൈ ബൈ ടു ജെ വെക്ടർ, കോസ് പൈ ബൈ ടു ഐ വെക്ടർ പ്ലസ് സൈൻ പൈ ബൈ ടു ജെ വെക്ടർ. ഇനിയിപ്പോ ഇവിടെ സൈൻ വൈ ആയിരുന്നെങ്കിൽ നമ്മൾ വൈക്ക് സ്ഥാനത്ത് ടി കൊടുക്കണം, അപ്പൊ സൈൻ ടി എന്നാവും, ഇവിടെ സൈൻ ടി എന്നാവും. ഓക്കെ, ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ രണ്ടും എക്സ് ആണ്. എക്സിന് സ്ഥാനത്ത് പൈ ബൈ ടു, വൈക്ക് സ്ഥാനത്ത് ടി. പക്ഷെ വൈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഡോട്ട് ആർ വെക്ടർ ഡാഷ് ഓഫ് ടി. രണ്ട് വെക്ടേഴ്സ് നമ്മൾ എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക? ഇവിടെ കോസ് ഐ വെക്ടറിന്റെ കമ്പോണന്റ് കോസ് പൈ ബൈ ടു ആണ്, ഇവിടെ ഐ വെക്ടർ ഇല്ല. സോ കോസ് പൈ ബൈ ടു ഇൻറ്റു 0 പ്ലസ് ഇവിടെ ജെ വെക്ടറിന്റെ കമ്പോണന്റ് സൈൻ പൈ ബൈ ടു ആണ്, ഇവിടെ ജെ വെക്ടറിന്റെ കമ്പോണന്റ് 1 ആണ്. സോ ഇറ്റ് ഈസ് സൈൻ പൈ ബൈ ടു ഇൻറ്റു 1. സൈൻ പൈ ബൈ ടുവിന്റെ വാല്യൂ 1 ആണ്. സോ ഇറ്റ് ഈസ് 1 ഇൻറ്റു 1. സോ ആൻസർ ഈസ് 1. സോ എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഡോട്ട് ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 1. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ലിമിറ്റ് എ ടു ബി ആണ്. എ ടു ബി എന്ന് പറയുമ്പോൾ ഇവിടെ എ 1 ആണ്, ബി 2 ആണ്, അതായത് ടിയുടെ ലിമിറ്റ്. സോ ഇന്റഗ്രൽ 1 to 2. ഇപ്പൊ ഇവിടെ കിട്ടിയ വാല്യൂ ഇവിടെ 1 അല്ല കിട്ടിയത്. സോ 1 dt. ഇന്റഗ്രൽ 1 to 2 1 dt. 1ന്റെ ഇന്റഗ്രൽ ടി ആണ്, ലിമിറ്റ് 1 to 2 and upper limit minus lower limit. So answer is 1. Answer is 1. Is it clear to everyone? Any doubt? Any doubt? Any സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മാത്രം പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള ടേം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. ഈ ടേം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാണ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ആർ വെക്ടർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. ആർ വെക്ടർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാൻ ഐയുടെ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ്, ജെയുടെ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ്. ഐയുടെ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആണ് 5/2. സോ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ജെയുടെ കമ്പോണന്റ് ടി ആണ്, ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ജെ വെക്ടർ കിട്ടും. പിന്നെ എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി കണ്ടുപിടിക്കണം. എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി എന്ന് പറയുന്നത് എക്സിന് സ്ഥാനത്ത് 5/2, വൈക്ക് സ്ഥാനത്ത് ടി കൊടുക്കണം. അവിടെ വൈ ഇല്ല എഫ് വെക്ടറിൽ, അതുകൊണ്ട് നമ്മൾ കോസ് 5/2 ഐ വെക്ടർ പ്ലസ് സൈൻ 5/2 ജെ വെക്ടർ വരും. കോസ് 5/2 0 ആണ്, എന്നാലും നമുക്ക് അതകത്ത് നിർത്താം. സൈൻ 5/2 1 ആണ്. സോ നമ്മൾ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യാം. ഇവിടെ ഐയുടെ കമ്പോണന്റ് ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയിട്ട് എടുക്കുക. ഇവിടെ ഐയുടെ കമ്പോണന്റ് കോസ് 5/2 ആണ്. സോ ഇറ്റ് ഈസ് കോസ് 5/2 ഇൻറ്റു 0. ഇവിടെ ജെയുടെ കമ്പോണന്റ് 1 ആണ്. ഇവിടെ ജെയുടെ കമ്പോണന്റ് സൈൻ 5/2 ആണ്. സോ സൈൻ 5/2 ഇൻറ്റു 1. സോ ആൻസർ ഈസ് 1. അപ്പൊ നമുക്ക് ഈ ഉള്ളിലത്തെ ടേം എന്തായി കിട്ടി? 1 ആയിട്ട് കിട്ടി. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് 1 to 2 ആണ് ഇന്റഗ്രൽ വരിക, കാരണം ഇവിടെ ടിയുടെ വേരിയേഷൻ 1 to 2 ആണ്. സോ 1 to 2 ഉള്ളിലത്തെ ടേം 1 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ട് 1 into dt. 1 into dt പറയുമ്പോൾ ടി ആണ്, ലിമിറ്റ് 1 to 2 ആണ്. സോ 2 - 1 1/3. Is it clear to everyone? Any doubt? എല്ലാ ക്വസ്റ്റ്യനും ഇതേ പാറ്റേണിലാണ് ചെയ്യുന്നത്. സോ ഇതാണ് വെക്ടർ ഫീൽഡ് ഓവർ എ ലൈൻ ഇന്റഗ്രൽ. വെക്ടർ ഫീൽഡ് ഓവർ എ ലൈൻ ഇന്റഗ്രൽ. Any doubt? Any doubt? ഇല്ല സർ. Okay. Okay. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എല്ലാവരും ഇത് എഴുതിയെടുത്തെന്ന് വിചാരിക്കണം. എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഐ വിൽ വെയിറ്റ് ഫോർ 2 more minutes.
ഈ ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യോ, ഞാനിപ്പോ വരാം. ഞാൻ ഏത് ഫോണിന്റെ ചാർജർ ഒന്ന് എടുത്തിട്ട് വരാം. ഒരു സെക്കൻഡ്. ഓക്കെ സർ. സർ ഹലോ. ഓക്കെ. ഹലോ സർ. പറഞ്ഞോളൂ. അല്ല, 4th ഇയേഴ്സിന്റെ എക്സാം ഓൺലൈൻ ആക്കി പറഞ്ഞു. ആരാ പറഞ്ഞേ? അതൊരു സർക്കുലർ വന്നിരുന്നു, വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്നിരുന്നു. ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിക്കറിയില്ല, ഞാനിതുവരെ അറിഞ്ഞില്ലേ. ഞാൻ പിന്നെ ഈ 4th ഇയേഴ്സിന്റെ കാര്യമൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത നമുക്ക് അവരുടെ കാര്യമൊക്കെ അന്വേഷിച്ചതാണ് പണ്ടേ. അപ്പോ ഇനിയിപ്പോ ഞാനെപ്പോഴും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനെയാണ് കൂടുതലും അന്വേഷിക്കാറുള്ളൂ. അതുകൊണ്ട് അവരുടെ കാര്യം എനിക്ക് അറിയില്ല, 4th ഇയേഴ്സിന്റെ കാര്യം. നിങ്ങളെ അൻഷരയിൽ സർക്കുലർ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ സർ, അയച്ചുതരാം. ഹാപ്പി? ഹാപ്പി. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്. Next question. Evaluate integral over C. Evaluate integral over C. F vector dot dr vector. F vector dot dr vector. F vector dot dr vector. F vector of x y z is equal to. F vector of x y z is equal to zi vector plus xj vector plus yk vector. Zi vector plus xj vector plus yk vector. So ഇവിടെ m എന്ന് പറയുന്നത് z ആണ്, n എന്ന് പറയുന്നത് x ആണ്, p എന്ന് പറയുന്നത് y ആണ്. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാം. zi vector plus xj vector plus yk vector. And C is the curve. C is the curve with parametric equation. R vector of t equal to sin t I vector plus 4 sin t j vector. 4 sin t j vector plus sin square t k vector. Sin square t k vector. 0 less than or equal to t less than or equal to pi by 2. 0 less than or equal to t less than or equal to pi by 2. Okay. So ഇവിടെ 3 കമ്പോണൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 കമ്പോണൻസ് ചെയ്തായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഇക്വേഷനും മെത്തേഡിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ഈക്വൽ ടു integral a to b f vector of r vector of t into dot r vector dash of t dt. Dot r vector dash of t dt. So ആ ഉള്ളിലത്തെ മാറ്റം കണ്ടുപിടിക്കുകയാണ്. f vector r vector of t ആദ്യം കാണാം. f vector r vector of t കാണുമ്പോൾ x of t എന്ന് പറയുന്നത് sin t ആണ്. y of t എന്ന് പറയുന്നത് 4 sin t ആണ്. z of t എന്ന് പറയുന്നത് sin square t. ഓക്കെ, അപ്പോൾ ഇവിടെ z ന്റെ സ്ഥാനത്ത് sin square t കൊടുക്കണം. This becomes sin square t I vector. x ന്റെ സ്ഥാനത്ത് x of t കൊടുക്കണം. x of t sin t ആണ്. So it becomes sin t j vector. y की സ്ഥാനത്ത് y of t കൊടുക്കണം. That is 4 sin t ആണ്. So plus 4 sin t k vector. So that is our f vector of r vector of t. ഈ r vector dash of t കണ്ടുപിടിക്കണം. r vector dash of t.
അതിന് x of t യുടെ ഡെറിവേറ്റീവ് അല്ലേ, sin t യുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് cos t I വെക്ടർ, cos t I വെക്ടർ. ഇവിടെ 4 sin t ആണ്, 4 sin t യുടെ ഡെറിവേറ്റീവ് 4 cos t ആണ്. സോ 4 cos t j വെക്ടർ പ്ലസ് ഇവിടെ sin സ്ക്വയർ t ആണ്, sin സ്ക്വയർ ഡെറിവേറ്റീവ് 2 sin t cos t ആണ്. സോ ദാറ്റ് ഈസ് 2 sin t cos t. കാരണം sin സ്ക്വയർ ഇവിടെ sin സ്ക്വയർ t ക്ക് പകരം t ആയിരുന്നെങ്കിൽ നമ്മൾ 2t എഴുതിയാണ്. പക്ഷെ t ക്ക് സ്ഥാനത്ത് sin t ആണ്. സോ 2 sin t എഴുതണം ഇൻറ്റു sin t യുടെ ഡെറിവേറ്റീവ്, sin t യുടെ ഡെറിവേറ്റീവ് cos t. അപ്പോൾ അത് 2 sin t cos t ഇൻറ്റു k വെക്ടർ. സോ ദാറ്റ് ഈസ് r വെക്ടർ ഡാഷ് ഓഫ് t. ഇത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. F vector of r vector of t dot r vector dash of t. ഇത്തരം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ i വെക്ടറിന്റെ കമ്പോണന്റ് sin സ്ക്വയർ t ആണ്, ഇവിടെ i വെക്ടറിന്റെ കമ്പോണന്റ് cos t ആണ്. സോ ദാറ്റ് ഈസ് sin സ്ക്വയർ t cos t, sin സ്ക്വയർ t cos t പ്ലസ് ഇവിടെ j വെക്ടറിന്റെ കമ്പോണന്റ് sin t ആണ്, ഇവിടെ j വെക്ടറിന്റെ കമ്പോണന്റ് 4 cos t ആണ്. സോ sin t 4 cos t, 4 sin t cos t പ്ലസ് ഇവിടെ k വെക്ടറിന്റെ കമ്പോണന്റ് 4 sin t ആണ്, ഇവിടെ 2 sin t cos t ആണ്. സോ 4 into 2 8 sin t into sin t sin square t cos t. Okay, so that is ഉള്ളിലത്തെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ sin square t cos t ഉണ്ട്, ഇവിടെ 8 sin square t cos t ഉണ്ട്. സോ 8 plus 1 9 sin square t cos t എഴുതാം പ്ലസ് 4 sin t cos t എഴുതാം. ഓക്കെ, ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ദിസ് ബിക്കം, ഞാനത് മാറ്റിയാണ് മുകളിലത്തെ. ഇത് ആർക്കെങ്കിലും സംശയമോ? ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്യണം. Any doubt? വേണ്ട സർ, ക്ലിയർ ആണ്. Okay. Anybody else? Aishwarya, Mohammed Amin, Mohammed Nijaz, Abhimanyu, സർ ക്ലിയർ ആണ്. Anybody? Okay. Anybody have doubt? Important question ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, okay, so നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ that is equal to t യുടെ ലിമിറ്റ് തന്നിട്ടായിരുന്നു. t യുടെ ലിമിറ്റ് എത്രയായിരുന്നു? 0 to pi by 2, 0 to pi by 2, 0 to pi by 2. ഈ ഉള്ളിലത്തെ ടേം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ട് 9 sin square t cos t plus 4 sin t cos t dt. ഓക്കെ, ഈ ഇത്രയും ഭാഗമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ആദ്യം എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി കണ്ടുപിടിച്ചു, പിന്നെ ആർ വെക്ടർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചു, രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. ഇനി നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, നമ്മൾ ആൻസർ ആയി. ഈ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. Okay. So that is equal to integral 0 to pi by 2 9 sin square t cos t dt plus 4 into integral 0 to pi by 2 sin t cos t dt.
ഓക്കെ, ഇവിടെ 9 സൈൻ സ്ക്വയർ ടി കോസ് ടി dt ഉണ്ട്. 9 സൈൻ സ്ക്വയർ ടി കോസ് ടി, ഇത് ഒരുപാട് രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഈ സൈൻ ടി കോസ് ടിനെ നമുക്ക് വേണമെങ്കിൽ സൈൻ 2t/2 എഴുതാം. ഓക്കെ, സൈൻ 2t എന്ന് പറഞ്ഞാൽ 2 സൈൻ ടി കോസ് ടി ആണ്. സോ സൈൻ 2t/2 ഈസ് ഈക്വൽ ടു സൈൻ ടി കോസ് ടി. ഇതിനെ നമുക്ക് അങ്ങനെ എടുത്തിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം, ഒരു മെത്തേഡാണ്. അതല്ലെങ്കിൽ നമുക്ക് സൈൻ ടീനെ നമുക്ക് ഇവിടെ സൈൻ സ്ക്വയർ ടി ഉണ്ട്, ഇവിടെ കോസ് ടി ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതിനൊപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഇന്റഗ്രേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അപ്പൊ ഇവിടെ നമുക്ക് സൈൻ ടിക്ക് യു എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സൈൻ ടിക്ക് യു എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഒപ്പം നിൽക്കുന്നത്, കോസ് ടി. സോ ഇവിടെയും അതുപോലെ ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഈ രണ്ട് ഇന്റഗ്രലും വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെത്തേഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ സൈൻ ടി കോസ് ടിക്ക് പകരം സൈൻ 2t/2 കൊടുക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് ചെയ്യാം. നമ്മൾ ഈ കുക്കറിയുടെ ഷോ ഒക്കെ പറഞ്ഞ സമയത്ത് പറയുന്നത് ചില ആൾക്കാർക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം, നമ്മുടെ ഒരു ഇംപ്രവൈസേഷൻ ഉണ്ടല്ലോ, മധുരം കൂടുതൽ അതുപോലെ തന്നെയാണ് ഇത്. നമുക്ക് ഏതാണോ സുഖ സൗകര്യം അതിനനുസരിച്ച് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കൂട്ടി യു ഈക്വൽ ടു സൈൻ ടി. സോ du/dt ഈക്വൽ ടു കോസ് ടി. So du equal to cos t dt. du equal to cos t dt. So നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റ് ഇപ്പൊ എഴുതില്ല, അവസാനമേ ലിമിറ്റ് എഴുതുള്ളൂ. ഓക്കെ, സോ ഇന്റഗ്രൽ 9 സൈൻ സ്ക്വയർ ടി ആണ്. അപ്പൊ യു കൊടുക്കുക. അപ്പൊ സൈൻ ടിക്ക് യു കൊടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് യു സ്ക്വയർ ആണ്. യു സ്ക്വയർ കോസ് ടി ഡിറ്റിക്ക് പകരം ഡി യു കൊടുക്കും. ഡി യു പ്ലസ് 4 into ഇന്റഗ്രൽ 0 ഇന്റഗ്രൽ എഴുതണ്ട. ഓക്കെ, ലിമിറ്റ് എഴുതണ്ട ആവശ്യമില്ല. ലിമിറ്റ് നമ്മൾ അവസാനം യു തിരിച്ച് ടിയിലേക്ക് പോയ ശേഷം എഴുതിയാൽ മതി. നമ്മളിതെല്ലാം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ചെയ്തതാണ്, ഇന്റഗ്രേഷന്റെ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ ഇവിടെ സൈൻ ടിക്ക് യു കൊടുക്കുമ്പോൾ യു ഇൻറ്റു കോസ് ടി ഡി ടിക്ക് പകരം ഡി യു കൊടുക്കും. ഓക്കെ, so this is equal to u square integrated by u cube by 3, so 9 u cube by 3 plus 4 into u integrated by u square by 2. 4 into u square by 2. Okay. 4 into u square by 2. Okay. So ഈ 9 u cube by 3 നമുക്ക് 3 u cube എഴുതാം. 3 u cube plus 4 u square by 2 നമുക്ക് 2 u square എഴുതാം. 2 u square. ഓക്കെ, ഇനി ഇതില് തിരിച്ച് യുവിനെ ടിയിലേക്ക് തന്നെ കൊടുക്കുക. അപ്പൊ യുവിന് സൈൻ ടി കൊടുക്കുക. അപ്പൊ 3 സൈൻ ക്യൂബ് ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ടി. 3 സൈൻ ക്യൂബ് ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ടി. Okay. So limit is 0 to pi by 2. 0 to pi by 2. But t के साथ pi by 2 होगा. So 3 into sin cube pi by 2 plus 2 into sin square pi by 2. Upper limit minus lower limit होगा 3 into sin cube 0 plus 2 into sin square 0. Sin cube pi by 2 is sin pi by 2 is cube 1. Sin pi by 2 is 1, so this becomes 3 into 1 plus sin pi by 2 1, so this becomes 1 square 1 and 2 into 1. Sin 0 0 and so minus 0. So 3 plus 2 minus 0 are equal to 5. So answer is 5. Okay. സംശയം ആൻസർ ഇതിന് നമ്മൾ കിട്ടിയിട്ട് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, കറക്റ്റ് ആൻസർ ആണ് 5. Anybody have doubt?
ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടോ? ചോദിച്ചോളൂ. മനസ്സിലാവാത്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്യാണ്. ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിലെല്ലാം പഠിച്ചതാണ്. അതായത് നമുക്കൊരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും ഒപ്പം വരുമ്പോൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഇവിടെ സൈൻ ടിയും ഉണ്ട്, കോസ് ടിയും ഉണ്ട്. അപ്പൊ സൈൻ ടിക്ക് ഞാൻ യു കൊടുത്തു കഴിഞ്ഞാൽ കോസ് ടി ഡി ടി എന്നുള്ളത് ഡിഒ ആയിട്ട്. സോ ഇവിടെ സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു യു സ്ക്വയർ ആവും. കോസ് ടി ഡി ടി എന്നുള്ളത് ഡിഒ ആയിട്ട് മാറും. ഇവിടെ അതുപോലെ സൈൻ ടി എന്നുള്ളത് യു ആയിട്ട് മാറും, കോസ് ടി ഡി ടി എന്നുള്ളത് ഡിഒ ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് യു സ്ക്വയർ ഡി യു എന്ന് വരും. ഇവിടെ യു ഡി യു എന്ന് വരും. യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ യു ക്യൂബ് ബൈ 3 ആണ്. യുവിന്റെ ഇന്റഗ്രൽ യു സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, ഈ യുവിന്റെ സ്ഥാനത്ത് നമ്മൾ തിരിച്ച് സൈൻ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ലിമിറ്റ് 0 to 5/2 കൊടുക്കണം. സോ 3 സൈൻ ക്യൂബ് ടി പ്ലസ് 2 സൈൻ സ്ക്വയർ ടി എന്ന് വരും. സൈൻ 5/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ 1 ക്യൂബ്, ഇവിടെ 1 സ്ക്വയർ. 1 ക്യൂബ് 1 തന്നെ, 1 സ്ക്വയർ 1 തന്നെ. സോ 3 into 1 plus 2 into 1 മൈനസ് സൈൻ 0 0 ആണ്. സോ ഈ ടൈം മൊത്തം 0 ആയിട്ട് പോകും. സോ 3 plus 2 minus 0 equal to 5. Is it clear to everyone? Any doubt? Any doubt? ഇല്ല സർ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾ +2 ടെക്സ്റ്റ്, ഇപ്പൊ നമുക്ക് ധാരാളം സമയമുണ്ട്, അതുകൊണ്ട് +2 ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ പ്രോബ്ലംസ് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ മനസ്സിലാക്കാവുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ ആയാലും സെക്കൻഡ് സെമസ്റ്റർ ആയാലും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലെ പ്രോബ്ലംസ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ട് ഇന്റഗ്രേഷനിൽ. സോ അതൊന്ന് കാര്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രോബ്ലം ഒന്നും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതാണ് ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ. എല്ലാ പ്രോബ്ലം ഇതേ ടൈപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ. ഇതിന്റെ അപ്ലിക്കേഷൻ ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചതാണ് വർക്ക് ഡൺ. എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ആരെ എക്സ്പ്ലെയിൻ ചെയ്യാം? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ് വർക്ക് ഡണ്ണിനെ കുറിച്ച്? നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചതാണ്, +2 അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. വർക്ക് ഡൺ വർക്ക് ഡൺ വർക്ക് ഡൺ അല്ലേ? ഒരു സംഗതി ചെയ്ത വർക്ക്. എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സംഭവം ചെയ്യാൻ അതിൽ നിന്ന് കിട്ടിയ ഔട്ട്കം, ആ പ്രോസസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ഔട്ട്കം. അത് തന്നെയല്ല ഞാനും പറഞ്ഞേ. അത് അങ്ങനെയല്ല, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും. നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്ന് അറിയട്ടെ. നിങ്ങൾ ഫിസിക്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടോ? വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾ എന്നൊക്കെ പഠിച്ചിട്ടോ? വർക്ക് ഡൺ തന്നെയല്ലേ ജൂള്? അതോ വേറെ എന്തെങ്കിലും? എനിക്കറിയില്ല. വർക്ക് ഡണ്ണിന്റെ ജൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള? ഫഹീം ആൻസർ ആണ്. എന്താ ഫഹീം പറയൂ? W equal to F into S. അവിടെ F എന്താ? F into S F എന്താ? ഫോഴ്സ് ആണോ? ഫോഴ്സ് അല്ലേ? വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? പഠിച്ചോ? ഉണ്ട് സാർ. സാർ ഇക്വേഷൻ ആണോ ചോദിച്ചത്? അതിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ എന്താണ് ഈ ഇതിന്റെ അർത്ഥം? ഇപ്പൊ നമ്മൾ ഒരു പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് ഈ ഒരു വേറൊരു പോയിന്റിലേക്ക് ഈ പാർട്ടിക്കിളിനെ നമുക്ക് മൂവ് ചെയ്യിക്കണം. ഓക്കെ, സോ ഈ പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ നിൽക്കുന്നുണ്ട്. ഈ പാർട്ടിക്കിളിനെ എനിക്ക് ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യണം ത്രൂ ഒരു കർവ് തന്നിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കാം, സം കർവ്. ഓക്കെ, ഞാൻ ആ കർവിനെ ഞാൻ സി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു വളഞ്ഞ കർവാണെന്ന് വിചാരിച്ചു.
അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ഓരോ കർവിൽ കൂടിയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വർക്ക് ഡൺ സെയിം ആണെന്നുണ്ടോ? എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞപ്പോ, അതായത് ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ഫിക്സഡ് ആ ഒരു പാർട്ടിക്കിളിനെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഞാനൊരു ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ആ മാറ്റത്തിന്റെ ആകെ തുകയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ശരിയല്ലേ? അതായത് ഒരു ഫിക്സഡ് ഫോഴ്സിൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് ആ മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആകെ തുക. അവിടെ ഫോഴ്സ് ആണ് വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോഴ്സ് ആയിരിക്കും വർക്ക് ഡൺ എപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 1 യൂണിറ്റ് ആകും. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് 1 യൂണിറ്റ് ആകുമ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ആണ്. ഓക്കെ, 1 യൂണിറ്റ് അല്ലെങ്കിലോ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് അല്ല. അപ്പൊ ഫോഴ്സ് ആണ് വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വർക്ക് ഡൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും, ആ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു പാർട്ടിക്കിളിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ഫിക്സഡ് ഫോഴ്സിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ആകെ തുക. ആകെ തുക എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ആ ഔട്ട്കം, അതിനെ നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ഡൺ. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ബേസിക്കലി വർക്ക് ഡൺ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഒപ്പം തന്നെ ഡിസ്പ്ലേസ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. Is it clear? Is it clear to everyone? Yes, sir. Yes. അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിൽക്കുകയാണ്. ഓക്കെ, തൃശ്ശൂരിൽ നിന്ന് എന്നെ ഒരു വേറൊരു പോയിന്റിലേക്ക്, ഇപ്പൊ എന്റെ വീട്ടിലേക്ക് എന്നെ ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഓക്കെ, അത് പല മാർഗത്തിലൂടെ ആവാം. ഓക്കെ, സോ ഏത് വഴിയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ആ വഴിയെ ഡിപ്പെൻഡ് ചെയ്യും എത്രത്തോളം ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സിനെയും ഞാൻ ആശ്രയിക്കും. അപ്പൊ വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്ന വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഫീൽഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ എനിക്ക് ഒരുപാട് പാത്ത് ഉണ്ടാവും. ഒറ്റ പാത്തല്ല, ഒരുപാട് വഴിയിൽ എനിക്കൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താം. അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന പാത്ത് ഏതാണോ ആ പാത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് എത്രയാണോ, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ഡണ്ണിന്റെ വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പൊ വർക്ക് ഡണ്ണിന്റെ വാല്യൂ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഞാൻ ചൂസ് ചെയ്യുന്ന പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡാണ്. ശരിയല്ലേ? ഫോഴ്സ് വെക്ടർ ഫീൽഡാണ്. ഫോഴ്സ് വെക്ടർ ഫീൽഡാണോ? Yes, sir. എന്താണ്, എങ്ങനെയാണ് വെക്ടർ ഫീൽഡാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഡയറക്ഷനും ഉണ്ട്. അതെ, ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി. ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ഫോഴ്സ് കണ്ടെയ്ൻ ചെയ്തിട്ട് ഒരു സ്പേസിൽ നമ്മൾ ഒരു പാർട്ടിക്കിളിന് ഓരോ പോയിന്റിലും ഓരോ ഫോഴ്സ് ആയിരിക്കും. ശരിയല്ലേ? ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിള് ഈ പോയിന്റിലുള്ള ഫോഴ്സ് ആയിരിക്കില്ല ആ പാർട്ടിക്കിൾ ഈ പോയിന്റ് ഫീൽ ചെയ്യാം. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് ഒരേ ഫോഴ്സ് അല്ല, ഇവിടുന്ന് ചിലപ്പോൾ കൂടുതൽ ഫോഴ്സ് ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അത്രയും ഫോഴ്സ് ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരില്ല. അപ്പൊ ഈ ഓരോ പോയിന്റിലും ഓരോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഫോഴ്സ് ഈസ് എ വെക്ടർ ഫീൽഡ് ആണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്ടർ ഫീൽഡ് ആണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിസ്പ്ലേസ്മെന്റ് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ചൂസ് ചെയ്യുന്ന പാത്ത് എന്താണോ ആ പാത്തിനെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ പാത്തിനെയാണ് നമ്മൾ ആർ വെക്ടർ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ആർ വെക്ടർ ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ ഫോഴ്സ് ആണ് വെക്ടർ ഫീൽഡ്. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. ഈ എഫ് വെക്ടർ ഇവിടെ എന്താ? നമ്മുടെ വെക്ടർ ഫീൽഡ്. ആ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. ജനറലി ഒരു വെക്ടർ ഫീൽഡ് ഫോഴ്സ് ഫീൽഡ് ആവണമെന്നില്ല. അത് നമ്മുടെ പ്രോബ്ലത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോ
ഞാനൊരു ഇലക്ട്രിക് ഫീൽഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ് ആണ്. ഓരോ പോയിന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന വെക്ടർ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ഫീൽഡാണ്. ഇനിയിപ്പോ ഞാനൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പൊ ജനറലി നമുക്ക് ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി എടുക്കാം. ദാറ്റ് ഈസ് എ വെക്ടർ ഫീൽഡ്. ആ വെക്ടർ ഫീൽഡിനെ ത്രൂ ഒരു കർവ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ആ ഫോഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആ വെക്ടർ ഫീൽഡിനെ നമ്മൾ ത്രൂ ഔട്ട് ദാറ്റ് കർവ് എന്ത് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. അതായത് നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച അതേ പ്രോബ്ലം തന്നെ എങ്ങനെ ചോദിക്കാം, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ സാരാംശം. അതായത് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡിനെ ത്രൂ ദാറ്റ് കർവ് നിങ്ങൾ ഇപ്പൊ ചെയ്ത പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിനെയാണ് നമ്മൾ എന്താ പറയുക, വർക്ക് ഡൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പോ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നതിന് പകരം ഫോഴ്സ് ഫീൽഡ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, പകരം ഫോഴ്സ് ഫീൽഡ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് തന്നിരിക്കുന്നത് ഒരു വെക്ടർ ഫീൽഡാണ്, അവിടെ ഒരു കർവ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കർവിനെ ഇപ്പൊ ചെയ്ത പോലെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും, വർക്ക് ഡൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന ചോദ്യം. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് വെക്ടർ ഫീൽഡിന് ഇന്റഗ്രേറ്റ് ചെയ്യണം, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നവരെ ചിലപ്പോൾ എന്ത് പറയും, ഫോഴ്സ് ഫീൽഡ് എന്ന് പറയും. ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പറയാം എന്ന് പറയും, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതും വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതും ബോത്ത് ആർ സെയിം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? എനി ഡൗട്ട്? എനി ഡൗട്ട്? ഇല്ല സർ, ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് പ്രോബ്ലത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതായത് ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, ഫോഴ്സ് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രലാണ്. ഫോഴ്സ് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രലാണ് വർക്ക് ഡൺ. ഓക്കെ, അവിടെ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്സിൽ പഠിച്ച ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, അതിപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാവുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും, ഒരു ഇലക്ട്രിക് ഫീൽഡിലാവുമ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയും, ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാവുമ്പോൾ അതിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോ ബേസിക്കലി ആ വെക്ടർ ഫീൽഡ് എവിടെയോ ആ വെക്ടർ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഫോഴ്സിനെ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് അനുസൃതമായിട്ടാണ് ആ പാർട്ടിക്കിളുകൾ എന്തുണ്ടാവുക, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെന്റിന്റെയും ഫോഴ്സിന്റെയും മൊത്തം ടോട്ടൽ സ്ട്രെങ്തിനെ സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റിയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഒരു ആ ഫോഴ്സ് ഫീൽഡിന് ആ ഫോഴ്സിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ കർവില് ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ. ഓക്കെ, മാത്തമാറ്റിക്കലി വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കിനി ഇതിന്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഈ വർക്ക് ഡണ്ണിന്റെ ചോദ്യം കഴിഞ്ഞാൽ പിന്നെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അതും കൂടെ ഡിസ്കസ് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ അവസാനിക്കും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ, അതോ ജസ്റ്റ് മൊബൈൽ ഓൺ ചെയ്തിട്ട് കേൾക്കല് മാത്രമേ ഉള്ളൂ? ചില ആൾക്കാർ കേൾക്കുന്നില്ല തോന്നുന്നല്ലോ. മനസ്സിലായോ? നീ സംശയമുണ്ടോ?
ഞാൻ T4 അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. T3 ഇപ്പൊ ചെയ്യാം. T3 ഇപ്പൊ അറ്റൻഡൻസ് വരും. വന്നിട്ടുണ്ടാവും. അപ്പോ T3 T4 വേഗം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. സോ നാളെ നമ്മൾ വർക്ക് ഡണ്ണിന്റെ പ്രോബ്ലംസ് അത് പെട്ടെന്ന് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചെയ്താൽ വർക്ക് ഡൺ വിൽ ബി ഓവർ. ജസ്റ്റ് ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ വെക്ടർ ഫീൽഡ് ഓവർ ലൈൻ ഇന്റഗ്രൽ തന്നെയാണ് വർക്ക് ഡൺ ചെയ്യുന്നത്. ആ വെക്ടർ ഫീൽഡ് എന്നുള്ളത് ഫോഴ്സ് ഫീൽഡ് ആയിട്ട് മാറും. നമുക്ക് കിട്ടുന്ന ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആയിട്ട് മാറും. വർക്ക് ഡൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ്. കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് അത് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അതും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോഡ്യൂൾ കഴിയും. ഓക്കെ, ആർക്കും സംശയങ്ങളൊന്നും കേൾക്കാനില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ക്ലാസ്? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇന്ന് ഇതുവരെയുള്ള നോട്ട്സ് ഒന്ന് സബ്മിറ്റ് ചെയ്യൂ. നോക്കട്ടെ എത്ര പേര് ഫോളോ ചെയ്യും. മനുഷ്യൻ പറയൂ, കേക്കട്ടെ. എന്താ ചോദിച്ചു? മനുഷ്യൻ മാത്രം എന്തെങ്കിലും മിണ്ടലുള്ളൂ. ഹലോ, കേൾക്കണില്ലല്ലോ, മ്യൂട്ട് ചെയ്തിരിക്കുക. ഹലോ, പറയൂ. മനസ്സിലാവുണ്ടെന്നാ പറഞ്ഞത്. ക്ലാസ് മനസ്സിലായി എന്നാ പറഞ്ഞേ. പറഞ്ഞോളൂ, എന്താണ് സംശയമുണ്ടോ? സാറിന് ക്ലാസ് ഈ ടൈമിലാക്കി കൂടെ? എന്തിനാ? രാവിലെ നീക്കാൻ പറ്റണില്ലേ? അങ്ങനെ പറയല്ലേ സഞ്ജയ്. എന്താ എണീറ്റൂടെ? ഒരു 8 മണിക്ക് എത്താ പോരെ, അല്ലെങ്കിൽ 8:30 എത്താ പോരെ? ഞാൻ എണീക്കില്ലേ, പിന്നെന്താ? വെറുതെ ചോദിച്ചെന്നുള്ളൂ. അത് തന്നെ ക്ലാസ് ഇങ്ങനെ ഉറക്കത്തിന് കേട്ടിട്ട് ഫോണത്തെ ക്ലാസ് വെക്കുമ്പോ ഒരു ഇതല്ലേ. സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലെ തന്നെ മതിട്ടോ. സാറിന്റെ സൗകര്യമാണ് ഞങ്ങൾക്ക് മെയിൻ. പഴത്തിലെന്തെങ്കിലും സൂചി കുത്തിക്കൊണ്ടിരിക്കണം. സാറിന് ഒരു കാര്യമല്ലോ, സാറില്ലാതെ ക്ലാസ് നടക്കൂലല്ലോ. ശരി, ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ എക്സിറ്റ് പോയിക്കോളൂ, കുഴപ്പമില്ല. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ക്ലാസ്സിൽ പോരാ സാറെ, ഫോളോ ചെയ്യാൻ പറ്റില്ല, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആമിനാസനെയൊക്കെ ഇവിടെ ഉണ്ടോ? മൊബൈൽ ഫോണൊന്നും മാറ്റിയിട്ടില്ലല്ലോ? ഇല്ല സർ, ഇവിടെ ഉണ്ട്. മൊബൈൽ ഫോണൊന്നും മാറ്റിയിട്ടില്ലല്ലോ? ഇല്ല, മാറ്റിയില്ല. മാറ്റണ്ടെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ് കഴിഞ്ഞവർക്ക് എക്സിറ്റ് അടിക്കാം. മുദാസിർ, അർഷാക്ക്, നിജാസ്, സമീറ. സമീറയുടെ സമീറയൊക്കെ ക്ലാസ്സിലുണ്ടോ? ജുനൈദ് ക്ലാസ് നോട്ടൊക്കെ എഴുതുണ്ടോ?
സാറേ പോട്ടെ. ആയിക്കോട്ടെ, പോയിക്കോളൂ പോയിക്കോളൂ, കുഴപ്പമില്ല. പോവാണെന്നാ? ഡൗട്ടില്ലെങ്കിൽ പോവാം. പിന്നെ സൈനപ്പ് കൂടി ഇല്ലേ? ആ എന്തേ പോണില്ലേ?